എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം മാർച്ച് 29 തന്നെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എല്ലാ കുട്ടികളും ഇപ്പോൾ അതിനായുള്ള തയ്യാറെടുപ്പിലാണ് എന്നറിയാം. നിലവിൽ നമുക്ക് 36 ഒഴിവുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. എങ്കിലും ഒന്ന് ഓടിച്ചു പറയാം. നമ്മുടെ 26,500 മുതൽ 60,700 വരെയാണ് അതിന്റെ ശമ്പള സ്കെയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ വിദ്യാഭ്യാസ യോഗ്യതയായി +2 അഥവാ തത്തുല്യവും അതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 28/4/2025 ആണ്. അവസാന തീയതിക്ക് വേണ്ടി കാത്തിരിക്കരുത്. എല്ലാവരും വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മറന്നു പോവരുത്. അവസാന തീയതിക്ക് കാത്തിരിക്കുമ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്കും പോയേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഹൈന്ദവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോ ഇതിന്റെ സിലബസ് ഔദ്യോഗികമായി ഇവർ പുറത്തിറക്കിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ മുൻ വർഷത്തെ സിലബസ് വെച്ചിട്ട് എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്പെഷ്യൽ ടോപ്പിക് ആണ് എന്ന് നമുക്കറിയാം. കാരണം റാങ്ക് നിർണ്ണയിക്കുന്നത് എപ്പോഴും സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള മാർക്കുകളായിരിക്കും. ബാക്കി എല്ലാ വിഭാഗങ്ങളും മറ്റു പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ സ്പെഷ്യൽ ടോപ്പിക് ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളുമായും ഹൈന്ദവ സംസ്കാരവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു മേഖലയാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം ഊന്നൽ നൽകി നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. മുൻ വർഷത്തെ സിലബസ് ആണ്. നിലവിൽ സിലബസ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിലും ഇതിനോട് ബന്ധപ്പെട്ട ഒരു സിലബസ് തന്നെയാവും അവര് പുറത്തിറക്കുക എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒന്ന് നോക്കൂ. പാർട്ട് 1ൽ പൊതുവിജ്ഞാനവും ആനുകാലികവുമാണ് പറയുന്നത്. പൊതുവിജ്ഞാനം GK ആൻഡ് കറന്റ് അഫയേഴ്സ് ഉൾപ്പെടുന്നതാണ് പാർട്ട് 1 എന്നത്. പാർട്ട് 2 മാത്സുമായി ബന്ധപ്പെട്ടതാണ്. അരിത്തമെറ്റിക്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, മെന്റൽ എബിലിറ്റി എന്നുള്ള വിഭാഗത്തിൽ നിന്നാണ് മാത്സ് വരുന്നത്. അടുത്തത് പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ് ആണ്. പാർട്ട് 4 ആണെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ എന്ന പ്രാദേശിക ഭാഷയിൽ നിന്നാണ് പാർട്ട് 4 വരുന്നത്. പാർട്ട് 5 ആണെങ്കിൽ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം. കാരണം +2 തത്തുല്യം എന്നതിനോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം എന്ന് തന്നെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ നിന്നുകൂടി മാർക്ക് ഉണ്ടായിരിക്കും എന്നോർത്തു വെക്കുക. ഇനിയാണ് പാർട്ട് 7, ഏറ്റവും നിർണായകമായത് സ്പെഷ്യൽ ടോപ്പിക് ആണ് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഊന്നൽ നൽകി നോക്കാൻ പോകുന്നത്. ക്ഷേത്ര കാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായവയാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽ വിശദമായിട്ട് ഏതൊക്കെ വിഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് നോക്കിയിരിക്കേണ്ടത് എന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റേതായിട്ട് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ചെയ്തേക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് നമ്മൾ കോച്ചിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. നോക്കൂ, അന്ന് കഴിഞ്ഞ തവണ 15 മാർക്കിന്റേതായിരുന്നു എന്നൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അതായത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് 15 മാർക്കായിരുന്നു. ഇത്തവണ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം അവര് സിലബസ് പുറത്തിറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഈ 15 മാർക്ക് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ചയെ കുറിച്ചാണ് ആദ്യം പ്രതിപാദിക്കുന്നത്. കേരളീയ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ദേവസ്വങ്ങളുടെ ആവിർഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ചും അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കറിയാം നിലവിൽ ഒരുപാട് ദേവസ്വം ബോർഡുകളുണ്ട്. ഓരോ ദേവസ്വം ബോർഡിന്റെ കീഴിലുമാണ് വിവിധ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആകെ മൊത്തം എത്ര ക്ഷേത്രങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കണം. ഓരോ ദേവസ്വം ബോർഡിന്റെയും കീഴിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കണം. ദേവസ്വം ബോർഡുകളുടെ ചെയർമാൻമാരാര് എന്ന് പഠിക്കണം. അവരുടെ പ്രത്യേകതകൾ പഠിക്കണം. അതൊന്നും കൂടാതെ ക്ഷേത്രങ്ങളും, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ആചാര രീതിയായിരിക്കും ഓരോ ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടത്
അത്യാവശ്യമാണ്. ഇനി നോക്കൂ, നിലവിലെ ദേവസ്വം ബോർഡുകളുടെ ഘടനയും രൂപീകരണ പ്രക്രിയയും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ദേവസ്വം ബോർഡുകളുടെ ഘടനയെക്കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അത് കൂടാതെ നോക്കൂ, ക്ഷേത്ര വർഗീകരണത്തെ കുറിച്ച് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവയുടെ വർഗീകരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതുകൂടാതെ പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങൾ നമ്മൾക്ക് തന്നെ അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പ്രസിദ്ധമായ ഉത്സവങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ അവയെ കുറിച്ചൊക്കെ നമ്മൾ അറിയണം. ആചാരവും ഭക്തിപരവുമായ അനുഷ്ഠാന ചടങ്ങുകളെ കുറിച്ച് കൂടി നമ്മൾ അറിയണം അല്ലെ. ഓരോ അമ്പലങ്ങളിലും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിരിക്കാം. അപ്പൊ ഫേമസ് ആയ അമ്പലങ്ങളിലെ എല്ലാം ഇത്തരം ചിട്ടവട്ടങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ്. അതുകൂടാതെ നോക്കൂ, ഹൈന്ദവ പുണ്യമാസങ്ങളെ കുറിച്ച് അറിയാലോ. ഹൈന്ദവ പുണ്യമാസങ്ങളെ കുറിച്ചും പുണ്യദിനങ്ങളെ കുറിച്ചും ഒരുപാട് പേര് പുണ്യദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്ന പതിവൊക്കെ നമുക്കുള്ളതാണ്. അപ്പൊ അത്തരം പുണ്യദിനങ്ങളെ കുറിച്ചും പുണ്യമാസങ്ങളെ കുറിച്ചും ഇപ്പൊ രാമായണ മാസത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. അങ്ങനെ പുണ്യമാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകണം. അതുകൂടാതെ ക്ഷേത്ര കലകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. ക്ഷേത്ര കലകൾ, അനുഷ്ഠാന കലകൾ, അത് നമ്മൾ ആർട്സ് എന്ന വിഭാഗത്തിൽ പഠിക്കുന്നതാണ് അല്ലെ, ചെറിയ തോതിൽ. അത് നമുക്ക് ഇവിടേക്ക് കൂടി പ്രയോജനപ്പെടുത്താം. ക്ഷേത്ര കലകളെ കുറിച്ചും അനുഷ്ഠാന കലകളെ കുറിച്ചും അതുപോലെ കേരളീയ ക്ഷേത്ര വാസ്തുശൈലിയെ കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ തന്നെ വാസ്തുപ്രകാരമാണ് നമ്മൾ വീടൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ. വാസ്തുപൂജയും ആദ്യം അതിന്റെ കണക്ക് പ്രകാരമാണ് വീട് പണിയുന്നത്. പിന്നെ താമസത്തിന് തൊട്ടു മുമ്പായി നമ്മൾ വാസ്തുപൂജ നടത്തും. അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളിലും. കേരളീയ ക്ഷേത്രങ്ങളുടെ വാസ്തുശൈലികളെ കുറിച്ച്, ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ക്ഷേത്ര മര്യാദകളെ കുറിച്ച്, ക്ഷേത്ര വാദ്യങ്ങളെ കുറിച്ച്, ക്ഷേത്ര സംഗീതത്തെ കുറിച്ച്, വിഖ്യാതമായ ക്ഷേത്രവാദ്യ കലാകാരന്മാരെ കുറിച്ചെല്ലാം നമ്മൾ ബോധവാന്മാരാകണം. അത് പരമ്പരാഗതമായുള്ള കലാകാരന്മാരെ കൂടാതെ ഇപ്പോ നിലവിൽ പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുകൂടി ഈ മേഖലകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. കാരണം അത്തരം ചോദ്യങ്ങളും ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ കലാകാരന്മാരെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ അടുത്ത് പ്രശസ്തി ആർജിച്ച വ്യക്തികളെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കാം. ഇനി കൂടാതെ വിദ്യാ ഗുരുകുലം, അതുപോലെ വാദ്യ വിദ്യാലയങ്ങൾ, ക്ഷേത്ര കലാപീഠങ്ങൾ എന്നിവയെ കുറിച്ചും നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ നമുക്കറിയാലോ. ഹൈന്ദവ പുണ്യഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. വേദങ്ങളെ കുറിച്ചും ഉപനിഷത്തുക്കളെ കുറിച്ചും പുരാണങ്ങളെ കുറിച്ചുമെല്ലാം അടിസ്ഥാനമായ ഒരു പരിജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളെ കുറിച്ചുമെല്ലാം നമുക്ക് അടിസ്ഥാനമായ ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഈ പരീക്ഷകളിലെ റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത് ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഏതൊരു കുട്ടിയാണോ ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് നന്നായി എഫേർട്ട് ഇട്ട് പഠിച്ച് എക്സാം എഴുതുന്നത്, അവരായിരിക്കും ടോപ്പ് 1ൽ വരാന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ടോപ്പിലേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ്. ഇനി നോക്കൂ, ഭക്തിപ്രസ്ഥാനത്തെ കുറിച്ചും ഭക്തിപ്രസ്ഥാന നായകരെ കുറിച്ചും വിഖ്യാതരായ മതാചാര്യന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പ്രശസ്തര പല മതത്തിന് പല 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 ആചാര്യന്മാരുണ്ട്. അങ്ങനെ മത ആചാര്യന്മാരെ കുറിച്ചെല്ലാം ഇതിൽ നമ്മൾ പഠിച്ചിരിക്കണം. ആത്മീയ ആചാര്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. സാമൂഹിക പരിഷ്കർത്താക്കൾ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ചട്ടമ്പി സ്വാമി ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് പഠിക്കണം. തത്വചിന്തകരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. തത്വചിന്തകരെ കുറിച്ച് അറിയണം. അവർ നമ്മുടെ നാടിന് നൽകിയ സംഭാവനകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആത്മീയ സദ്വചനങ്ങൾ അല്ലെ, ഒരുപാട് മഹത്വചനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ സദ്വചനങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഇനി ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് പഠിക്കണം. ഒരു ആക്ട് നമുക്ക് പഠിക്കാനുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 എന്നാണ് പറയുന്നത്. ആ ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നോക്കൂ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡുകളിലേക്കുള്ള പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്. അപ്പൊ ആ ബോർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. തീർച്ചയായും അതിന്റെ ആവിർഭാവത്തെ കുറിച്ചും അവരുടെ കടമകളെ കുറിച്ചും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും അവരുടെ ഭരണക്രമങ്ങളെ കുറിച്ചും നിലവിലെ അവരുടെ സാരഥികളെ കുറിച്ചുമെല്ലാം നമ്മൾ ബോധവാന്മാരാകണം എന്നുള്ളതാണ്. അന്ന്
15 മാർക്കിൻ്റെതായിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക് ചോദിച്ചിരുന്നത്. ഇനി പുതിയ സിലബസ് PSC അല്ല, ദേവസ്വം ബോർഡ് പുറപ്പെടുവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എത്ര മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണ് വരുന്നത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും ഈ ഭാഗത്ത് നിന്ന് ആഴത്തിലുള്ള ഒരു പഠനം അനിവാര്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായിട്ട്, അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ദേവസ്വം ബോർഡ് LDCക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിയാം. ഇതിനു മുമ്പുള്ള സിലബസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെ, IT മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. അന്ന് 10 മാർക്കിൻ്റെതായിരുന്നു. പിന്നീട് മലയാളത്തിൽ നിന്ന് 10 മാർക്കിൻ്റെതായിരിക്കാം, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിൻ്റെത് വരും, മാത്സിൽ നിന്ന് 10 മാർക്കിൻ്റെത് വരും. പിന്നെ GK ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ് മറ്റൊരു സെക്ഷൻ ആയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സയൻസ് വിഷയങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണ പൊതുവെ എല്ലാവർക്കും കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ക്ലാസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ നമ്മൾ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്ര കാര്യങ്ങളും ഹൈന്ദവ സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അവയെല്ലാം വളരെ വിശദമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉറപ്പായും അതിലെ ആഴത്തിലുള്ള ഒരു പഠനം ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്കിൽ നിങ്ങളെ റാങ്ക് പട്ടികയിൽ മുന്നിലെത്തിക്കും എന്നതിൽ സംശയമില്ല. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.